രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ നിമിഷം മുഴുവൻ ദൈവവചനത്തിലൂടെ എന്നെ നയിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ കർത്താവേ, ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിലും അങ്ങയുടെ സഹായം ലഭിക്കുന്നതിനായി ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപയാൽ ഞങ്ങളുടെ സങ്കടങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങളെ, ജീവിത പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി അങ്ങ് പറഞ്ഞതുപോലെ ചെയ്ത് ജീവിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ ഉടമ്പടിയുടെ സാക്ഷികളായി മാറുന്നതിനായി പുനഃസമർപ്പണം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഗർഭിണികളെ അനുഗ്രഹിക്കണമേ. പ്രസവത്തിന് പാടുണ്ടാകും, ക്ലേശകരമായിരിക്കും ഡോക്ടർ പറഞ്ഞവരെ, ഗർഭസ്ഥ ശിശുവിന് കേടുള്ളവരെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, ഭവനരഹിതരെ, ജോലിയും വേലയും കൂലിയുമില്ലാതെ അനുദിന ജീവിതത്തിന് കഷ്ടപ്പെടുന്നവരെ ഏറ്റെടുക്കണമേ. കർത്താവേ, വിസ പ്രോസസ്സിംഗിനായി വിസ പുതുക്കുന്നതിനായി വിഷമിക്കുന്നവർക്ക് അങ്ങ് സഹായം നൽകണമേ. അവരുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപയാൽ അവരുടെ എല്ലാ തടസ്സങ്ങളും അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോൾ മാറ്റണമേ. കർത്താവേ, പലതരത്തിലുള്ള സാമ്പത്തിക ഭാരങ്ങള്, ജീവിത ഭാരങ്ങള്, ജീവിത തടസ്സങ്ങള്, സമാധാനമില്ലാത്ത അവസ്ഥകള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്വാസകോശ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൊണ്ടയിൽ ക്യാൻസർ ഉള്ളവരെ, തൈറോയ്ഡ് രോഗികളെ, പിൻകഴുത്തിൽ മുഴയുള്ളവരെ, ശിരസിൽ വേദന ഉള്ളവരെ, ശിരസിലെ ഞരമ്പുകള് ബ്ലോക്കായി പോയവരെ, ശരീരത്തില് മരവിപ്പുള്ളവരെ, കാഴ്ചക്കുറവുള്ളവരെ, കേൾവിക്കുറവുള്ളവരെ, കൈകാലുകള് തളർന്നു പോയവരെ, ക്യാൻസർ രോഗികളെ, നടുവിന് വേദനയുള്ളവരെ, പൈലക്കോടിന് വേദനയുള്ളവരെ, ഈശോയെ ഈ നിമിഷം അടിപ്പിണർ പോലെ ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ. യേശുവിന്റെ നാമത്തില് രോഗങ്ങള്, വേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. Hallelujah.
മാറാവുന്ന രോഗങ്ങൾ കൈകൾ അവിടെ വെച്ച് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ ശാസിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൈകൾ മാറ്റിക്കൊണ്ട് ശരീരത്തിൽ വിവിധ രോഗങ്ങളുള്ള ഇടങ്ങളിലേക്ക് സ്ഥലങ്ങൾ കൈകൾ മാറ്റിക്കൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ ദൈവത്തിൻ്റെ ശക്തിയായ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ലക്ഷക്കണക്കിന് ജപമാലയുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവദുരിതങ്ങൾ, നീ ദൈവപൈതരെ ഇന്നനുഭവിക്കുന്ന എല്ലാവിധ ഭൗതികവും ആത്മീയവുമായ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ, രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖമായി സദയം തുടരേ സുഖമായി ഉട്ടേന്നിക്കുക മക്കളെ. ഉട്ടേന്നുകൊണ്ട് ഇപ്പോഴും മൗനമായി പ്രാർത്ഥിക്കുക. നമ്മൾ ഇത്രയും നേരം 2 മണിക്കൂറോളം കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുകയെന്ന് ഓർക്കണം. ഈ ആത്മീയ ആസ്തിയിലാണ് എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന് ദൈവം തീരുമാനമെടുക്കുന്ന പരിശുദ്ധമ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കൾ മൗനമായി പ്രാർത്ഥിക്കുകയാണ്. കെട്ട വചനങ്ങളിൽ ജീവിച്ചു കൊള്ളാവുന്ന മനസ്സുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് ഉടമ്പടിയുടെ ജനത, ഉടമ്പടി വഴി അങ്ങയുടെ അവകാശവും ഓഹരിയുമാകുന്ന ജനത, അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് നേരവകാശികളായവർ ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധി നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് നിൻ്റെ ആരാധനയുടെ താഴ്വരയിലെ, സിയോൻ മലയിലെ, ഹൊറേബ് മലയിലെ, സിനായി മലകളിലെ എല്ലാ ആവശ്യിച്ചതേ ആരാധ്യമായ നിൻ്റെ ചരിത്ര ചൈതന്യം, വിടുതലിൻ്റെ ചൈതന്യം അങ്ങയുടെ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാറ്റായി, കടലായി അങ്ങയുടെ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിലെ പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നയിച്ച ദൈവത്തിൻ്റെ ചൈതന്യം ഈ നിമിഷം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, രോഗങ്ങൾ ഈ നിമിഷം യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാപനാശീർവാദം നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. ഇന്നും
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. എൻ്റെ പേര് ജാസ്മിൻ ജോസഫ്. ഇതെൻ്റെ അമ്മ ഗ്രേസി ജോസഫ്. ഞങ്ങൾ പാലാരൂപത രാമപുരം ഇടവകയിൽ നിന്നും വരുന്നു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങളിവിടെ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 2022 മുതൽ ചെയ്തു വന്ന നന്മകളെക്കുറിച്ച് ഏറ്റു പറയാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഒരു ഡിഗ്രി പഠിക്കുന്ന കാലം തൊട്ട് ഏകദേശം 2016 മുതൽ എനിക്കെൻ്റെ പീരിയഡ്സിൻ്റെ സമയത്ത് അതിശക്തമായിട്ടുള്ള വേദനയും എനിക്ക് അതിനുശേഷം വല്ലാതെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിരുന്നു. പതിയെ അത് എല്ലാ ദിവസങ്ങളിലേക്കും അത് മാറ്റപ്പെടുകയും എനിക്ക് പഠിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നീട് ഹയർ സ്റ്റഡീസും കാര്യങ്ങളിലേക്കൊക്കെ പോയി. ആ സമയത്തും ഇതേ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായി. ഇതിനിടയ്ക്കാണ് യൂട്യൂബിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള കൃപാസനം പള്ളീനെ പറ്റി അറിയുകയും കൂടുതൽ അവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തത്. അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് ഒരു കെമിസ്ട്രിയാണ് ഞാൻ പഠിച്ചത്, എനിക്ക് PhD ചെയ്യണം, അതിൻ്റെ ഒപ്പം എനിക്കൊരു JRF വാങ്ങി നിൽക്കണം എന്ന്. അപ്പോൾ എൻ്റെ ഈ അസുഖത്തിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം ഈ കൃപാസനത്തിൽ ഓരോ വ്യക്തികളും പറഞ്ഞു വന്ന സാക്ഷ്യങ്ങൾ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഈ വേദനയൊക്കെ വീഴുമ്പോഴത്തേക്കും പഠിക്കാനായിട്ട് എനിക്കൊരു ധൈര്യമായിരുന്നു. നമ്മളെ സഹായിക്കാനായിട്ട് സ്വർഗത്തിലൊരു അമ്മയുണ്ട്, ആ അമ്മ എന്നെ സഹായിക്കുമെന്ന്. അപ്പം ഞാൻ ആ അമ്മയുടെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനയും സാക്ഷ്യവും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് എപ്പോഴും കൊന്തയൊക്കെ ചെല്ലുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിലൂടെ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പോലും എനിക്ക് ഓൾ ഇന്ത്യയിൽ 59ാമത്തെ റാങ്കോടുകൂടി നെറ്റും JRFും പാസ്സാകാനായിട്ട് എനിക്ക് പറ്റി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥലമായിട്ടുള്ള IIT ഗാന്ധിനഗറിൽ എനിക്ക് PhDക്ക് അഡ്മിഷൻ ലഭിച്ചു. പക്ഷെ എനിക്ക് അവിടെ ചെന്നതിന് ശേഷം വീണ്ടും ശക്തമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ഞാൻ പ്രയാസപ്പെട്ടു. അപ്പം അതിനുശേഷം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, കൃപാസനത്തിന് നമുക്കൊരു ഉടമ്പടി എടുക്കാനായിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. നമ്മൾ ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും അവർ പറയും ഒന്നുമില്ല എല്ലാം ഓക്കെ ആണെന്ന് പറയും. അതുകൊണ്ട് എൻ്റെ മമ്മി ഒരു കൃപാസനത്തിൽ വന്ന് ഒരു ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഇവളുടെ എന്ത് അവസ്ഥയാണെങ്കിലും പരിശുദ്ധ അമ്മേ അത് എന്താണെന്ന് ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മയാണ് വന്നത്. ഞാൻ കേരളത്തിന് പുറത്തായതുകൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റിയില്ല. അങ്ങനെ 2022 ജൂലൈയിൽ 7-ാം തീയതി എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും 2023 ഫെബ്രുവരിയിൽ എനിക്ക് എൻ്റെ അസുഖത്തെ പറ്റിയുള്ളൊരു തീർച്ചയായിട്ടുള്ളൊരു തിരിച്ചറിവ് ഞങ്ങൾക്ക് തരികയും ചെയ്തു. അതായത് എനിക്ക് എൻഡോമെട്രിയോസിസ് വളരെ ശക്തമായിട്ട് കൂടി എൻ്റെ ശരീരത്തിൽ പ്രത്യേകിച്ച് അബ്ഡോമിനിലെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് എൻ്റെ 2 ഓവറിയിലും ബൈലാറ്ററലായിട്ട് വലിയൊരു സിസ്റ്റ് 2 ഓവറിയിലും വളർന്നു നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പം ഫെബ്രുവരിയിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തു. 15-ാം തീയതിയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ എൻഡോമെട്രിയൽ സിസ്റ്റിന് അതുപോലെ തന്നെ ഈ എൻഡോമെട്രിയൽ സെൽസിന് ശരീരത്തിൻ്റെ അബ്ഡോമിൻ്റെ പല ഭാഗങ്ങളിലേക്കും വളർന്ന് അതൊരു സ്റ്റിക്കി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത് വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ പല ഭാഗങ്ങളിലും സ്റ്റിക്നെസ് ഉള്ളതുകൊണ്ട് പല ഭാഗങ്ങളും മുറിച്ച് കളയേണ്ടി വരും. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പല ഭാഗങ്ങൾ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്റ്റം, എൻ്റെ ഓവറിയും ഫലോപ്പിയൻ ട്യൂബും 2ഉം എടുത്ത് കളയണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്നും കൺസെൻറ്റ് എഴുതി വാങ്ങിയാണ്
എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്നത്. 24-26 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവറിയും ഫലോപ്പിയും ട്യൂബും ഒന്നുമില്ലാതെ അവളെ കൊണ്ട് എന്തൊരവസ്ഥയായിരിക്കും. എൻ്റെ മമ്മി ആ ഒരു സമയത്ത് ഇതറിഞ്ഞപ്പോൾ തൊട്ട് അതിന് മുന്നേയും ഞാൻ വന്നത് നമ്മുടെ നേർച്ചയും ഉടമ്പടി വസ്തുക്കളും ഒക്കെ എൻ്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിക്കുക. എപ്പോഴും കരഞ്ഞുകൊണ്ട് അമ്മയുടെ കാശ് രൂപം വെച്ചിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോഴും കയ്യിൽ ഈ കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അന്ന് ഡോക്ടർ ഇത് എടുത്തു കളയണമെന്ന് പറഞ്ഞു. പക്ഷേ 7-8 മണിക്കൂറിലെ ഓപ്പറേഷന് ശേഷം പരിശുദ്ധമ്മയുടെ ശക്തമായിട്ടുള്ള മധ്യസ്ഥതയാൽ സംഭവിച്ചത് ഓവറിയോ ഫലോപ്യൻ ട്യൂബോ ഒന്നും എടുത്തു കളയാതെ എന്നെ പൂർണ്ണമായിട്ടും എങ്ങനെയോ അത് എടുത്തു കളയാനായിട്ട് ഡോക്ടറിന് പറ്റി. ഡോക്ടർ വന്നിട്ട് പറയുന്നത്, ഒരുപാട് ഡോക്ടർമാരുടെ അകമ്പടിയോടുകൂടെയാണ് ഓപ്പറേഷൻ നടക്കുന്നത്, ഇതൊരു വലിയൊരു അത്ഭുതമായിരിക്കുന്നു. ഇതിനു മുൻപുള്ള ഇത്രയും സീരിയസ് അല്ലാത്ത കേസിൽ പോലും അത് എടുത്തു കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവളുടെ എന്തോ കേസിൽ അത് എടുത്തു കളയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇവളുടെ ഓവറിക്കും ഫലോപ്പിയൻ ട്യൂബിനും ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഭാവിയിൽ ഇവൾക്ക് അമ്മയാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ ഒരു സമയത്ത് എൻ്റെ വിശ്വാസമൊക്കെ ക്ഷയിച്ചു പോയി. ആ ഒരു ടൈമിൽ എൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഓപ്പറേഷൻ തിയേറ്ററിൽ ആയിരിക്കുന്ന സമയത്ത് നിൻ്റെ ഓവറിയോ ഫലോപ്പിയൻ ട്യൂബോ ഒന്നും തൊട്ടിട്ടില്ല. പക്ഷെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാ പരിശുദ്ധ അമ്മേനെ. ആ അമ്മ നിൻ്റെ ഉദരത്തിലേക്ക് എന്തോ ഒരു തവിട്ട് കളർ ഒരു ദ്രാവകം ഒഴിച്ച് നിന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സൗഖ്യപ്പെടുത്തിയിട്ടെന്താ? ഇപ്പം ഡോക്ടർ വന്ന് പറയുന്ന കേട്ടില്ല, അമ്മയാവാൻ കഴിയില്ല. അവർ പറയുന്നത് ഇത്രയും പ്രായം എൻ്റെ ഒപ്പം തന്നെ ഈ സിസ്റ്ററിൻ്റെ ഒപ്പം തന്നെ കുറേയും ഓവം റിമൂവ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അമ്മയാവാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ആ ഒരു ടൈമിൽ മമ്മീനോട് പറഞ്ഞു, ഇത് സുഖപ്പെടുത്താനായിട്ട് എൻ്റെ അമ്മയ്ക്ക് കഴിവുണ്ടെങ്കിൽ ഇനി നിനക്കൊരു കുഞ്ഞിനെ തരാനാണ് അമ്മയ്ക്ക് പ്രയാസം. അങ്ങനെ അമ്മയുടെ ആ വാക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം എനിക്കൊരു വളരെ അവിശ്വാസപരമായിട്ടൊരു ഇതിലായിരുന്നു നിന്നിരുന്നത്. കാരണം ഞാനിതിനു മുന്നേ കുട്ടികളുടെയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളതിൻ്റെ ഒക്കെ ഇതിൽ ഞാൻ അങ്ങനെ നിന്നു. അതിനുശേഷം ഡോക്ടർമാർ പറഞ്ഞു, ഒരു 5 മാസം അല്ല 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടക്കുകയും നിങ്ങൾ ഗർഭിണിയാവുകയും ചെയ്താൽ മാത്രമേ ഒരു നോർമൽ രീതിയിൽ ഒരു കൺസീവ് ആകാനായിട്ടുള്ള സാധ്യതകൾ നിങ്ങളുടെ കാര്യത്തിലുള്ളൂ. അപ്പം ഇതൊക്കെ ഒരു ചെറിയ ഷോർട്ട് സമയത്ത് നടത്തുക എന്ന് പറയുന്നത് വളരെ വളരെ അവിശ്വസനീയമായൊരു കാര്യമാണ്. അതും പിന്നീട് ഞാൻ കുറച്ചും കൂടെ മമ്മിയുടെ സപ്പോർട്ട് കൊണ്ടും മമ്മി ദിനം പ്രതി സർജറി കഴിഞ്ഞ് കിടക്കുമ്പോഴെല്ലാം ഈ ഉടമ്പടിയുടെ തൈലവും കാശുരൂപവും ഉപ്പും ഒക്കെ വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടും മമ്മിയുടെ വിശ്വാസത്തിൽ കൂടെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ ഒന്നുകൂടി അടുക്കാനും കൂട്ടുകൂടാനും ഒക്കെ എനിക്കും പറ്റി. ആ ഒരു ടൈമിൽ ഞാൻ ഒത്തിരി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എൻ്റെ മമ്മിയും വീട്ടുകാരും ഒക്കെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു ടൈമിൽ നമ്മളിതൊക്കെ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പല ആലോചനകളെയും നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നത്. അങ്ങനെ എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന, എന്നെ അതിലും തളരാതെ കൂട്ടുനിർത്തുന്ന ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് മാതാവ് തന്നെ തിരഞ്ഞെടുത്ത് തന്നു. മമ്മി പ്രാർത്ഥിച്ചത് 2023 ഫെബ്രുവരിയിലാണ് ഓപ്പറേഷൻ നടന്നത്. മമ്മി പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു, മാതാവേ സെപ്റ്റംബർ 9, 2023 മുന്നേ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി തരണേന്ന്. സെപ്റ്റംബർ 9, 2023 എന്ന് പറയുന്നത് എൻ്റെ ഒത്തുകല്യാണത്തിൻ്റെ ദിവസമായിരുന്നു. 2023 സെപ്റ്റംബർ 16 കെട്ട് കല്യാണവും. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥത കൊണ്ടൊന്നു മാത്രമാണ് അത് നടന്നത്. അതിനുശേഷം ഇപ്പം ഇതാണ് എൻ്റെ കുഞ്ഞ്. അന്ന് ഡോക്ടർമാർ എനിക്ക് പ്രസവിക്കാൻ കഴിയത്തില്ല, എൻ്റെ AMH വാല്യൂ ഒക്കെ കുറവാണെന്ന് പറഞ്ഞിട്ടും മാതാവ് തന്ന എൻ്റെ മിറാക്കിൾ ബേബിയാണ്. എൻ്റെ ഓപ്പറേഷൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നവർ ചോദിച്ചത് IVF ആണോ എന്നാണ് ചോദിച്ചത്. എൻ്റെ പ്രഗ്നൻസിക്കുള്ള ND സ്കാനൊക്കെ എടുത്ത സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷീ ഈസ് എ മിറാക്കിൾ ബേബി. IVF ഒന്നും കൂടാതെ നാച്ചുറലായിട്ട് എൻ്റെ ദൈവം എനിക്ക് തന്ന, എൻ്റെ മാതാവ് എനിക്ക് തന്ന എൻ്റെ പൊന്നു കുഞ്ഞാണ്. എൻ്റെ മമ്മി കാരുണ്യപ്രവർത്തനം പല വീടുകളായിട്ട് കയറി ഇറങ്ങുകയും രോഗികളെ സന്ദർശിക്കുകയും ഓട്ടോറിക്ഷകളിലും ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ പത്രം വിതരണം നടത്തുകയും
രോഗികളെ സന്ദർശിക്കുകയും എല്ലാ കാര്യങ്ങളും മമ്മി ഇതിൻ്റെ ഭാഗമായിട്ട് കാരുണ്യപ്രവൃത്തിയുടെ ഭാഗമായിട്ട് ചെയ്യുമായിരുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കൊടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ഇന്ന് എൻ്റെ മമ്മി 6 തവണ ഉടമ്പടി പുതുക്കുകയും ഇന്നാണ് എനിക്കിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായത്. ഞാനിന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ മാതാവ് എനിക്ക് ചെയ്തു തന്ന, എൻ്റെ ഹസ്ബൻഡും ഉണ്ട്, ഹസ്ബൻഡും ഞങ്ങൾ കുടുംബം മൊത്തം ഇന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ആദ്യമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അവസരം നൽകിയ ദൈവമാതാവിനും തിരുക്കുമാരനും കോടാനുകോട് നന്ദി. എൻ്റെ പേര് ശാന്തി ജോർജ്. ഞാൻ വരുന്നത് ഇടക്കോച്ചിയിൽ നിന്നാണ്. എനിക്ക് ഉടമ്പടിക്ക് മുന്നേ ഉണ്ടായ ഒരു അനുഭവം പറയാനുണ്ട്. അതായത് 2014 ആ വർഷത്തിൽ എൻ്റെ അമ്മ സെയിൻറ്റ് മേരീസ് ഇടക്കോച്ചി പള്ളിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അതായത് എൻ്റെ പഠനം BEd ഇടയിൽ വെച്ച് ഒന്ന് സ്റ്റോപ്പായി പോയായിരുന്നു. വിസ്ഡം ടൂത്തിൻ്റെയും ഇയർ ബാലൻസിൻ്റെയും പ്രോബ്ലം വന്നിട്ടാണ് അത് സ്റ്റോപ്പായത്. അപ്പോൾ മമ്മി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ യൂണിഫോം സാരി, അതായത് BEdൻ്റെ യൂണിഫോം സാരി ഇട്ടുകൊണ്ട് പോയിട്ടാണ് പ്രാർത്ഥിക്കാൻ ചെന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ ഓരോ വിഷൻ കിട്ടി കാര്യങ്ങൾ പറയുമല്ലോ. അങ്ങനെ വിഷൻ കിട്ടി പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കാര്യം പറഞ്ഞു. പേരല്ല, ഒരു അമ്മയുടെ കരച്ചിൽ മാതാവ് കേട്ടിരിക്കുന്നു. മകളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കാനായിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മമ്മിനെ, 2 ദിവസം ആയില്ല, ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മമ്മിനെ വിളിച്ച് പറഞ്ഞ്, മമ്മി എനിക്ക് BEd റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ BEd കംപ്ലീറ്റ് ചെയ്തു. അതിനിടയ്ക്ക് എനിക്ക് MSc ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം ഈ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം കൊണ്ടിട്ടാണ് ബാക്ക് പേപ്പേഴ്സ് ഉണ്ടായിരുന്നത്. MScയുടെ ബാക്ക് പേപ്പേഴ്സ് എഴുതിയെടുത്തു. ഞാൻ MEd എടുത്തു. കേറ്റിട്ട് ക്വാളിഫൈ ചെയ്തു. കാറ്റഗറി 2ഉം കാറ്റഗറി 3യും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്തു. അതിനിടയ്ക്ക് എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ MSc കുറച്ച് ടാസ്ക് ആയിരുന്നു. കാരണം അതൊരു മേഴ്സി ചാൻസായി മാറി. കുറേ വർഷങ്ങൾ അവർ എക്സാം നടത്താതെ മേഴ്സി ചാൻസായിട്ട് മാറി. അതായത് എൻ്റെ BEdൻ്റെ എക്സാമിൻ്റെ ഇടയിലായിരുന്നു, കമ്മീഷൻ്റെ ഇടയിലായിരുന്നു MScയുടെ എക്സാം വന്നത്. അപ്പോൾ അതൊരു ഇടയ്ക്ക് വന്നതുകൊണ്ടിട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ല. പിന്നെ അവർ ചാൻസ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് 10 ദിവസത്തിനുള്ളിൽ എനിക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വരികയും, ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്, ടഫാണ്, ഡിഫിക്കൽട്ട് സബ്ജക്റ്റാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. അത് പക്ഷേ 10 ദിവസത്തിനുള്ളിൽ പ്രാർത്ഥിച്ച് എനിക്ക് പഠിച്ച് എഴുതാൻ പറ്റി. അതിൽ നല്ലൊരു ശതമാനം വിജയം നേടാനും പറ്റി. അതുപോലെ MEDനൊക്കെ ആണെങ്കിലും ഡിസ്റ്റിങ്ഷൻ നേടാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ഉടമ്പടി, ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2021 21 ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ ഉടമ്പടി പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ജോലിയിൽ കയറി. അതായത് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ ജോലിയിൽ കയറി. എനിക്ക് അവിടെ വെച്ച് വയ്യാണ്ട് വരികയും ഞാൻ പാരസിറ്റമോളും, എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വന്നപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പാരസിറ്റമോളും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കും കഴിച്ചപ്പോൾ എൻ്റെ നാവ് കുഴഞ്ഞു പോയി. നാവ് സംസാരിക്കുമ്പോഴത്തേക്കും കുഴച്ചിലായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ തൈലം പൂശി, പിന്നെ മാതാവിൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വെള്ളം, കുപ്പിയിൽ കൊണ്ടുപോയ വെള്ളം കുടിച്ചും ഒരു തെറാപ്പിയോ ഒന്നും ചെയ്യാതെ തന്നെ 3 ദിവസം കൊണ്ട് എൻ്റെ സംസാരം തെളിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ജോലിക്ക് അന്നേരം ഈ ഒരു പ്രോബ്ലം വന്നുകൊണ്ട് എനിക്ക് തടസ്സം വന്നു. തിരിച്ച് അതേ സ്കൂളിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. എയ്ഡഡ് സ്കൂളിൽ വീണ്ടും ഞാൻ പ്രവേശിച്ചു. എന്നിട്ട് എനിക്കിപ്പോൾ എൻ്റെ സബ്ജക്റ്റ് അല്ലായിരുന്നു കിട്ടിയിരുന്നത്, ആദ്യം മാത്സ് ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ച് അന്ന് മാതാവിനോട് ചോദിച്ചൊന്നുമില്ല, പക്ഷേ എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് സയൻസ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ വർഷം ഈ അക്കാഡമിക് ഇയറിൽ എനിക്ക് സയൻസ് തന്നെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു.
ആഗ്രഹിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രൊമോഷൻ വേക്കൻസി ആയിരുന്നു എൻ്റേത്. ഒരു ടീച്ചർ പ്രൊമോട്ടഡ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറിൻ്റെ പ്രൊമോഷൻ്റെ പേപ്പേഴ്സ് പാസ്സായതിന് ശേഷം മാത്രമേ നമ്മളുടെ പേപ്പേഴ്സ് എടുക്കുകയുള്ളൂ. അപ്പോൾ അത് സ്വതവേ ഒരു 3-4 വർഷമൊക്കെ പിടിക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് മുമ്പേ പ്രൊമോട്ടഡ് ആയി പോയ മിസ്സിൻ്റെ പേപ്പർ വേഗം തന്നെ പാസ്സാകുകയും 1 വർഷം കൊണ്ട് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ സാങ്ഷൻ ആവുകയും ചെയ്തു. അതിന് മാതാവിന് കോടി നന്ദി. എത്ര പറഞ്ഞാലും മതിയാവില്ല. പറഞ്ഞാൽ തീരാത്തത്രയും സാക്ഷ്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങളും ഒക്കെ മാറ്റി എനിക്ക് ധൈര്യം, മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം നൽകി അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ അടുത്തേക്ക് തന്നെ, നമ്മൾ ആരെയും സഹായിച്ചില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തേക്ക് തന്നെ സഹായം ചോദിച്ചുകൊണ്ട് വരാറുണ്ട്. ഒരു 10 രൂപ തരുമോ എന്നൊക്കെ ചോദിച്ച് അമ്മച്ചിമാരൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്, എന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ കൃപാസനം പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡുകളിലും പിന്നെ ഞങ്ങൾ നടക്കുന്ന വഴിക്കൊക്കെ കൊണ്ടുപോയി എല്ലാവർക്കും കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കണമേ, ഇത് വായിക്കണമേ, ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ഒരു സ്ഥലത്തും വെച്ചിട്ട് പോവുകയോ വെറുതെ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഒന്ന് വായിക്കണേ എന്ന് വീണ്ടും പറഞ്ഞിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു ചേട്ടൻ വരും, ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ള. ആ ചേട്ടൻ എപ്പോഴും ഞങ്ങൾ സഹായം ചെയ്യും, മരുന്ന് വാങ്ങിക്കാനുള്ള സഹായം ചെയ്യാറുണ്ട്. പിന്നെ എനിക്കുണ്ടായ ആത്മീയ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കൂടുതലും ധൈര്യം ലഭിക്കാറുണ്ട്. ഞാൻ തളർന്നിരിക്കുന്ന അവസരങ്ങളിൽ ഞാൻ ബൈബിൾ വചനങ്ങൾ കൊട്ടേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ച് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും അമ്മ മാതാവിനെ കൂടുതൽ അനുഭവിച്ചറിയാനും സാധിക്കുന്നു. ഞാനിങ്ങോട്ട് 2ാമത് ഉടമ്പടി പുതുക്കുന്നതിന് വേണ്ടി കയറി വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. ഇവിടെ ഒരിടത്തും മുല്ലപ്പൂ ഉണ്ടായിരുന്നില്ല, പക്ഷേ മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴത്തേക്കും ഈ ഈശോയുടെ ക്രൂശിത രൂപത്തോടു കൂടി എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് എനിക്ക് അനുഭവം കിട്ടിയായിരുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈശോനെ കണ്ടിട്ടുണ്ട്. അത് ഉടമ്പടിയൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2 തവണയാണ് ഈശോയെ എനിക്ക് കാണാൻ സാധിച്ചത്. അതെനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുകയാണ്.